ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ കോളേജില് ഫിഫ വേൾഡ് കപ്പിന്റെ ഒരു പരിപാടിയായിരുന്നു. അർജന്റീന, പോർച്ചുഗൽ, അർജന്റീന, ബ്രസീൽ ഞങ്ങളാണ്. അപ്പൊ ഞങ്ങൾ എല്ലാ ടീമുമാണ്. നിങ്ങളുണ്ടോ? അവരവരുടെ ടീം പറയൂ. നിന്റെ ടീം ഏതാ? ഞങ്ങൾ ജയിക്കുന്ന ടീം. അതല്ല, ഒരു ടീം പറയണം. ഒരു ടീം പറയണം. പറയുകയാണെങ്കിൽ പോർച്ചുഗൽ, അർജന്റീന, കിട്ടണ്ടോന്ന് എനിക്കറിയില്ല. പോർച്ചുഗൽ. എനിക്കിങ്ങനെ പോർച്ചുഗൽ. ഹാപ്പി ബർത്ത്ഡേ. അർജന്റീന രണ്ടാക്കളെ ജയിക്കാണ്ട് കിട്ടില്ല. പിന്നെ ഈ വാർത്ത ക്ഷയിക്കാൻ ഇട്ടിട്ട് എന്താട്ടാണ് അവർക്ക്? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പരിപാടിയൊക്കെ? നിങ്ങൾക്ക് നെയ്ക്കുമ്പളൊക്കെ കിട്ടിയെന്ന് കേട്ടു. ഈ പറഞ്ഞ ഞങ്ങളുടെ സുഹൃത്തായ കാന്താരി, അത് വെള്ള കാന്താരി സമ്മാനമായിട്ട് കിട്ടി. അതെന്തുകൊണ്ട് സാറ് പറഞ്ഞെന്ന് അറിയോ? സാറിന് മനസ്സിലായി, കാന്താരികള് അത്രക്ക് നല്ലവരാന്ന്. അല്ല, വായിക്ക് വയ്ക്കാൻ കൂടുതലാണ്. കാന്താരി എന്ന് പറയുമ്പോ എന്താ? കാന്താരി എന്ന് പറയുമ്പോ കാന്താരി ഇല്ലാണ്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ? എരിവില്ലാണ്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ? ആൾക്കാർ കാന്താരി കൂട്ടി തിന്നും. എന്തുകൊണ്ടാ? തൈര് ചുമ്മാ കഴിക്കണയാണോ കാന്താരി കൂട്ടി കഴിക്കണോ ടേസ്റ്റ്? ചുമ്മാ കഴിക്കണ ഇഷ്ടം. നിനക്കോ? കാന്താരി പൊട്ടിക്കുമ്പോ അതിന്റെ സ്വാദ് കൂടും. അതെ, കൊറോണ വന്നത് ഇവിടെ മിണ്ടണ്ട. ഈ ക്ലാസ്സിലെ കാന്താരികൾ എന്ന് പറഞ്ഞില്ല, ഈ ക്ലാസ്സിലെ സ്വാദാണ് ഞങ്ങളാ. ഞങ്ങളില്ലെങ്കിൽ ഇത് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. അതെ, ഒരു സാധാ കഞ്ഞി പോലെയാണ്. കാന്താരി കൂടെ കഞ്ഞിക്ക് എന്താ ഒരു സ്വാദ്. അതെ ഗൈസ്, ഇവിടെ ആയിരുന്നു നമ്മുടെ നെയ്മറും മെസ്സിയും റൊണാൾഡോയും കിടന്ന സ്ഥലമാണത്. ചേട്ടനല്ല, നീ പോയി പറയോ? അതിന്റെ കുറച്ച് സാധനം ഉണ്ടോ? ഗൈസ്, നിങ്ങളെ കാണിച്ചു തരാം. അവിടെ ഞാൻ ഓർത്ത് അത് എടുത്തുകൊണ്ട് പോയിന്നടി. ന്യൂസ് ചാനലിൽ പോയിന്റ് അതാ സ്ത്രീയെ നാണുണ്ടോ? ഗൈസ്, നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ചാനലൊക്കെ വന്നു പോയി. ഇനിയിപ്പോ അടുത്ത മാതൃഭൂമി, ഏഷ്യാനെറ്റ്, റിപ്പോർട്ടർ. നീ റിപ്പോർട്ടറിനെതിരല്ലേ? പിന്നെ ഞാൻ റിപ്പോർട്ടറെ ചാടുന്നത്. നമ്മളെ കുറിച്ച് കൊറേ ഈ ജേഴ്സിക്ക് പിന്നില് വലിയൊരു കഥയുണ്ട്. അതെ, ഇതിന് ഒന്നും കിട്ടാണ്ട് കിട്ടിയ ജേഴ്സി 300 രൂപ കൊടുത്ത് വാങ്ങിച്ച ജേഴ്സിയാണ്. പിഒയില് കൊറേ നേരം നോക്കി നിന്ന് എന്റെ ലാസ്റ്റ് അവിടുത്തെ ചേട്ടൻ ഇവിടെ ഞങ്ങൾ കൂടുന്ന് എത്തിച്ചു തന്നു. എനിക്ക് ഞാൻ പോയി വാങ്ങിക്കരുത് ഗൈസ്. ഞങ്ങൾക്ക് നല്ലത് തരാന്ന് പറഞ്ഞു, അതുകൊണ്ടാ ചേട്ടൻ കൂടിയത്. ഇത് 800 rupees ആണ്. ചേട്ടൻ ഒന്ന് പോയേടി മോളെ. ചേട്ടന് കാണിച്ചു കൊടുക്കാൻ വന്നാട്ടാ. അതിനാട്ടാ അപ്പൊ മറ്റൊരു ചേട്ടന് കാണിക്കാൻ. എന്നാൽ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അത് 3 ആൾക്കാരാണ്. അത് കിടക്കണം. അർജന്റീനയുടെ കോച്ചിന്റെ പേര് എമി മാർട്ടിൻസ് അവിടുത്തെ ഗോളിയാ. അതെനിക്കറിയാം. പോർച്ചുഗലിന്റെ കോച്ചിന്റെ പേരെന്താ? പോർച്ചുഗലിന്റെ കോച്ചാ റോബർട്ട് മാർട്ടിനസ്. നിങ്ങളുടെയോ? സ്കലോണി. ഗൈസ്, ഞങ്ങളുടെ ശ്യാമേട്ടൻ വരുന്നതാണ്. അങ്ങനെ ഇരിക്കി കാണിച്ചു കൊടുക്കാം. ശ്യാമേട്ടൻ ഇപ്പൊ ഇതിക്കടെ പോകും ഗൈസ്. ക്യാൻറ്റീനിന്റെ മുതലാളിയാണ്.
എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? എന്തൊക്കെ ആയി നീ വെള്ളിരിക്ക കുമ്പളങ്ങ നീ കഴിക്കരുത് കേട്ടോ. നെയ്ക്കുമ്പളങ്ങി മറ്റേ ഇതിനകത്ത് നന്ദന സിനിമയില് നെയ്പായസം അവന്മാര് നിക്കണുണ്ടോ? അവിടെ താഴേന്ന് ഫോട്ടോ എടുത്ത് നല്ല രസം. ഏഞ്ചലേ, ഞങ്ങൾ നിങ്ങളുടെ ഇന്റർവ്യൂ എടുക്കാം. ഹലോ ഗൈസ്, ഇന്ന് നമ്മളുള്ളത് നിർമ്മല കോളേജിലാണ്. ഇന്ന് നമ്മുടെ മുമ്പിൽ ഉള്ളത് ഏഞ്ചൽ, ഫൈസ, ഫിദ. ലോകം കണ്ട ഏറ്റവും വലിയ ഫുട്ബോൾ തരംഗമായ ഫിഫ വേൾഡ് കപ്പിനോടനുബന്ധിച്ച് നിർമ്മല കോളേജിൽ നടക്കുന്ന ഒരു ആഘോഷ ചടങ്ങിലാണ് ഞങ്ങൾ ഇവിടെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ വലിയ ഫുട്ബോൾ ആരാധകരാണെന്ന് ഇവർ സ്വയം അവലംബിച്ച സ്ഥിതിക്ക് നമുക്ക് ഇവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് കരുതി. എല്ലാത്തിനും കറക്റ്റായ ഉത്തരം നൽകാമെന്ന് വാഗ്ദാനം നൽകുന്നത്. എന്ത് വേണമെങ്കിലും ചോദിക്കാം, ഫുട്ബോളായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടന്നാലോ? അപ്പൊ ആദ്യത്തെ ചോദ്യം, which country has won the most men's FIFA World Cup trophies? എത്ര എണ്ണം? അതും കൂടെ പറഞ്ഞു. ഇത്തിരി വിവരക്കേടേ ഉള്ളൂ, പക്ഷെ ബാക്കി നമുക്ക് സഹിക്കാം. How many years are there between each standard FIBA? Which famous player? Which famous player wore the number 10 shirt and led Argentina to a historic? ഒരു കാര്യം മനസ്സിലായി, നിങ്ങൾക്ക് തൊലിക്കെട്ടി ഉണ്ടെന്നും എന്നാണോ ഇല്ലാന്നും. കാരണം 10 ഉത്തരം ഇതുവരെ 3 ചോദ്യത്തിന് 10 ഉത്തരമാണ് ഇതുവരെ അവര് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്. ഇനി കുറച്ച് ടഫ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനു മുമ്പ് നിങ്ങളുടെ പത്രത്തിലൊക്കെ നിങ്ങളെ കുറിച്ച്, അതോ ന്യൂസ് ചാനലിൽ നിങ്ങളെ കുറിച്ച്? അപ്പൊ ഞങ്ങൾ കേട്ടത് എന്താന്ന് വെച്ചാൽ നിങ്ങള് അച്ഛന്റെ, അത് നിങ്ങളുടെ പ്രിൻസിപ്പളിന്റെ തൊട്ടു പുറകയില് നിൽക്കാൻ വേണ്ടി ഒരുപാട് മത്സരങ്ങൾ നടത്തിയെന്നും ന്യൂസ് ചാനൽ അതായത് ന്യൂസ് ചാനലിൽ വരാൻ വേണ്ടി അല്ല നിങ്ങൾ അങ്ങനെ ചെയ്തത്. അത് വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ആളുകളുടെ തെറ്റിദ്ധാരണയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നു. എപ്പോ തുടങ്ങിയാണ് നിങ്ങളുടെ ഫുട്ബോൾ പ്രണയം ആരംഭിച്ചത്? ഏത് പ്രായത്തിലാണ്? വീട്ടിലെ ഫുട്ബോൾ പ്രേമികളാണോ അച്ഛനും അമ്മയൊക്കെ? ഫുട്ബോൾ എന്തുകൊണ്ട് നിങ്ങൾ ഫുട്ബോൾ കളിയിലേക്ക് ഇറങ്ങില്ല? വെറും ഒരു കാണിയായി മാത്രം നിലകൊള്ളാൻ നിങ്ങൾ എന്തുകൊണ്ട് ആഗ്രഹിച്ചു? അതായത് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് നല്ല പ്രായമുണ്ടെന്നാണോ? ഞങ്ങൾ കരുതി ഒരു 21. അവസരങ്ങൾ കളയാൻ പാടില്ല. ചിലപ്പോ ഞങ്ങൾ വന്നാൽ മെസ്സിയൊക്കെ വീട്ടിൽ പോകേണ്ടി വരും. ഒരു അവസ്ഥ വരുത്താൻ പാടില്ല. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആ നിലയിൽ എത്തിയിരുന്നുവെങ്കിൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടേനും, നിങ്ങളുടെ കൂട്ടുകാർ രക്ഷപ്പെട്ടേനും, നിങ്ങളുടെ വീട്ടുകാർ രക്ഷപ്പെട്ടേനും. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഒരു കഞ്ഞിയിൽ പാറ്റിട്ടുണ്ട് എന്റെ കുടുംബം? അതായത് പണിയെടുക്കാതെ തിന്നാം എന്ന് നിങ്ങൾ എക്കാലവും ആഗ്രഹിക്കുന്നു. അതല്ലേ അതിനുള്ള പിന്നിലുള്ള സത്യം? അല്ല, നിങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അതാണ് നമുക്ക് തോന്നുന്നത്. അതായത് പണിയെടുക്കാതെ ഇരുന്ന് തിന്നാൻ ആഗ്രഹിക്കുന്ന 3 വ്യക്തികൾ, ഏത് നാൽക്കവലയിലും ചെന്നാൽ കാണാൻ പറ്റുന്ന ഒരു 3 പേർ, ഒരു പണിക്കും പോകാതെ തോളോട് തോൾ കൈയിട്ട് കുറ്റം പറഞ്ഞിരിക്കുന്ന, എന്തുകൊണ്ടോ ഞങ്ങൾക്ക് തോന്നുന്നു. അതായത് പണിക്ക് ഇനിയും പോവില്ല.
ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ജോലിയാണ്. ഞങ്ങളിപ്പോ അങ്ങനെ ഒരു പണിക്ക് പോയി ഒരു നിലനിൽക്കൊണ്ടാലോ ഇന്റർവ്യൂ എടുക്കാൻ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അയ്യോ അല്ല, ഞങ്ങൾക്ക് വേറെ വഴിയിൽ ആരെയും കാണാത്തോണ്ടാ ഈ ഒരു വഴിയിലാണ്ടിരിക്കുന്ന. അതിനെന്തെടുക്കാത്തത്? സാറിന് എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത്? ബ്രസീല് ജയിക്കുമോ ഇത്തവണത്തെ വേൾഡ് കപ്പ്? സാറിന്റെ കൂട്ടുകാർ പറയുന്നത് അങ്ങനെയാണ്, അവർ ജയിക്കില്ല എന്നാണ്. അവരോട് ആദ്യമായി സ്വന്തം ടീമിന്റെ കോച്ചിന്റെ പേരെങ്കിലും പറയാൻ പറ. കോച്ചിന്റെ പേര് പറ. കോച്ച് ലയണൽ റോബർട്ട് മാർട്ടിനസ്. ഗോളിയുടെ പേരെന്താടി? ഗോളിയുടെ പേര് ഞങ്ങൾക്ക് അറിയാട്ടോ. എമി മാർട്ടിനസ്. പുറത്ത് മരിച്ചു. അതായത് സാർ ഇവരുടെ സാർ ഇവരുടെ കൂട്ടുകാരനാണോ? എന്താണ് കൂട്ടുകാരികളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എങ്ങനെയാണ് അവര് ഫുട്ബോൾ ആരാധകരാണോ അതോ നമ്മളോട് നുണ പറയുന്നതാണോ? നമുക്ക് അങ്ങനെ ഒരു സംശയം ചാനലിൽ എന്തോ അങ്ങനെ തോന്നി കേട്ടോ. കാരണം റൊണാൾഡോയോടുള്ള ഒരു ഇതാണ് ഒരു ക്രേസിനെസ്. അത് നമ്മൾ ക്യാമറയുടെ മുമ്പിൽ പറയുന്നതുകൊണ്ടാണ് അവരൊരു ഓണത്തിനെല്ലാം ഒരു രസത്തിലേക്ക് കൊണ്ടുവന്നത്. സീരിയസ് ആയിട്ട് കാര്യങ്ങൾ മാറ്റി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. അപ്പൊ സീരിയസ് ആയിട്ട് അവരെന്താണെന്നാണ് സാർ പറയുന്നത്? അവർക്ക് ഫുട്ബോളിനെ കുറിച്ച് അറിവുണ്ട്, പക്ഷെ വീഡിയോ ഒന്ന് എന്റർടൈൻമെന്റ് കൊണ്ടുവരാൻ ഒരു രസം വേണ്ടേ? അതെ അതെ അതെ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇവരെ പറ്റി കെട്ടിയോ? ആര് കെട്ടി? പറ എന്തേലും പറ. ഇതോടുകൂടി നമ്മുടെ ചാനലില് ഞങ്ങളുടെ ഫുട്ബോൾ സ്നേഹം എന്തോ ഞങ്ങളൊന്നും ഉച്ചയ്ക്ക് ചോറിട്ടില്ല. അത്രയും സ്നേഹം നെയ്മറല്ല. പക്ഷെ ഞങ്ങൾ കേട്ടത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചാനലില് നിങ്ങളുടെ രൂപം വരാൻ വേണ്ടി പട്ടിണി കിടന്ന് അവിടെ ഷോ ഇറക്കുകയായിരുന്നു എന്നാണ്. റൊണാൾഡോ മെസ്സിയും ഞങ്ങൾ എങ്ങനെയാ പോയി കഴിച്ചത്? അതൊന്നും പതിട്ട് മൂടിപ്പോഴാണ് ഞങ്ങൾ ക്ലാസ്സിൽ വരെ കേറിയത്. അപ്പൊ ഇവര് കാരണം നമുക്കൊരു ക്ലാസ് ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഇൻഓർഗാനിക്കിന്റെ ഒരു ക്ലാസ് തന്നെ നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. കുറെ ഫുട്ബോൾ നഷ്ടമായാലും വളരെയധികം വിഷമമില്ല. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഇന്റർവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. എന്തേ തൂഫാനി പിടിച്ചോ? എങ്ങടെ പോണത്? എന്തിനാ പോണത്? ഗൈസ് നിങ്ങൾക്ക് ഒരു സൂത്രം കാണിച്ചു തരാം. ഗൈസ് ആ കാണുന്ന ഗ്യാസ് കുറ്റി ഉണ്ടോ? ആ കാണുന്ന ഗ്യാസ് കുറ്റി അത് ഇത്ര നേരം ഇവിടെ ഉണ്ടായില്ല. അതെങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കെമിസ്ട്രിയുടെ ഒരു ലാബ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ഗ്രാവിമീറ്റർ ചെയ്ത് കഴിഞ്ഞപ്പോ കുറച്ച് വെള്ളം എടുത്തിട്ട് ചെയ്തു. ഇവര് 500 ഇപ്പൊ നേരത്തെ കണ്ട സ്ത്രീയില്ലേ മുഖമൊക്കെ മൂടിക്കൊണ്ട് തൂഫാന്റെ സ്ത്രീ 500 ml ബീക്കർ നിറച്ചു എടുത്തിട്ടാണ് അവരത് ചെയ്തത്. അണ്ട് അത് പറ്റിക്കണ എന്തോരം ഗ്യാസ് ഉണ്ടായാല അവരതിനെ പറ്റിച്ച് കെമിസ്ട്രി ലാബിലെ ഗ്യാസ് തീർന്നു. അങ്ങനെ 3 മാസ്മരികമായ ഒരു ഷോട്ടാണ്.